MC റോഡിൽ പെരുമ്പാവൂരിനും കാലടിക്കും ഇടയ്ക്ക് വല്ലം എന്നൊരു സ്ഥലമുണ്ട്. ഈ വല്ലത്തിന് റയോൺപുരം എന്നൊരു പേര് ഉണ്ടായിരുന്നു. ഇപ്പോൾ വല്ലം എന്ന് മാത്രം അറിയപ്പെടുന്നു. വല്ലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പരീത് എന്നാണ്. ഈ പരീത് വളരെ കാലം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണ്. സൗദി അറേബ്യയിൽ ഒരു അറബിയുടെ ഡ്രൈവറായിട്ട് ആ അറബിയുടെയും ഭാര്യയുടെയും കുട്ടികളുടെയൊക്കെ ആട്ടും തുപ്പുമൊക്കെ ആയിട്ട് കുറേ കാലം ജീവിച്ച് ആ മടുത്ത് നാട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സൗദി അറേബ്യൻ ജീവിതത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് അറബിയിലാണ്, മാഫി മുഷ്കില എന്ന. ആ സൗദി അറേബ്യയിലെ പ്രവാസകാലത്ത് അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ ലളിതമായ ഭാഷയിൽ ഒരു പുസ്തകം എഴുതി. ഒരു കോപ്പി എനിക്ക് തന്നു. ഒരു കോപ്പി അദ്ദേഹം MT വാസുദേവൻ നായർക്ക് അയച്ചു. വാസുദേവൻ നായരും മറ്റ് പല തിരക്കുകൾക്കിടയിലും പരീതിൻ്റെ ഈ പുസ്തകം വായിച്ചു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. സ്വന്തം കൈപ്പടയിൽ MT പരീതിൻ്റെ ഒരു കത്തെഴുതി അയച്ചു. പ്രിയപ്പെട്ട പരീത്, താങ്കളുടെ പുസ്തകം ഞാൻ വായിച്ചു. സാധാരണ ഈ പ്രവാസത്തിന് പോകുന്ന ആളുകൾ അധികം പേരും അവരുടെ ഈ ജീവിതത്തിലെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാറില്ല. ആ കാര്യത്തിൽ താങ്കളുടെ പുസ്തകം വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്നായിരുന്നു ഈ കത്തിൻ്റെ ഒരു സാരാംശം. MT മരിച്ചു കഴിഞ്ഞപ്പോൾ പരീത് ഇത് സാമൂഹ്യ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരു കോപ്പി എനിക്ക് അയച്ചു. ഞാൻ പറയാമെന്ന് വെച്ചാൽ ഈ പരീത് കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ അയച്ചു. ആ വീഡിയോ ആണ് ഞാനിവിടെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അതിൽ സംഭവം എന്ന് വെച്ചാൽ, ഈ പെരുമ്പാവൂരെ ഒരു പ്രധാനപ്പെട്ട വ്യവസായശാലയായിരുന്നു ട്രാവൻകൂർ റയോൺസ്. ചിലരെങ്കിലും ആ പേര് കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കും. തിരുവിതാംകൂറിൽ രാജവാഴ്ച ഉണ്ടായിരുന്ന കാലത്ത്, ബ്രിട്ടീഷ് മേൽക്കോയ്മ ഉണ്ടായിരുന്ന കാലത്ത്, നമ്മുടെ ബാലരാമവർമ്മ തിരുവിതാംകൂറിൽ മഹാരാജാവായിരുന്ന കാലത്ത്, സജീവോത്തമൻ സാർ CP രാമസ്വാമി അയ്യർ ദിവാനായിരുന്ന കാലത്ത്, ഈ ദിവാൻ സ്വാമി വ്യവസായികളെ ആകർഷിച്ച് തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവരാൻ, ഇവിടെ സമ്പൽ സമൃദ്ധമാക്കാനും ആലോചിച്ചു. അപ്പോഴത്തേക്കും പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി പൂർത്തീകരിച്ചു. ഇവിടെ വെള്ളവും വൈദ്യുതിയും വളരെ സുലഭമായിരുന്നു. സ്വാഭാവികമായിട്ടും വ്യവസായികൾ തിരുവിതാംകൂറിലേക്ക് വരാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ പെരിയാറിൻ്റെ തീരത്ത് ആലുവ വ്യവസായ മേഖല എന്നൊന്നുണ്ടായി. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിലാണ് പെരുമ്പാവൂർക്കും ചില വ്യവസായശാലകൾ വന്നത്. നിരവധി വ്യവസായശാലകൾ ആ കാലത്തും അതിന് തൊട്ട് പിന്നാലെയുമായിട്ട് ഉണ്ടായി. നമ്മുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പും അതിന് ശേഷവും. 1946 ട്രാവൻകൂർ റയോൺസ് ഉണ്ടാകും. വലിയ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനിയാണ്. അവിടുത്തെ തൊഴിലാളികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചങ്ങാതി മരിച്ചുപോയി. അദ്ദേഹത്തിന് ഒരേ സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിലും റയോൺസിലും ജോലി കിട്ടി. രണ്ട് സ്ഥലത്ത് ഏതാണ്ട് ഒരേ സമയത്താണ് നിയമന ഉത്തരവ് കിട്ടിയത്. ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തോട് ഇലക്ട്രിസിറ്റി ബോർഡിൽ പോകാനാണ് പറഞ്ഞെങ്കിലും പുള്ളി കഷ്ടകാലത്തിൻ്റെ ആധിക്യം കൊണ്ട് റയോൺസിൽ ചേരാനാണ് താല്പര്യപ്പെട്ടത്. കാരണം റയോൺസിലാണ് ശമ്പളം കൂടുതൽ KCB-യെക്കാളും. മാത്രമല്ല ട്രാൻസ്ഫറും ഇല്ല, വീട്ടിൽ നിന്ന് പോയിട്ട് വരാവുന്ന ദൂരമുള്ളൂ. KCB-യിലാണെങ്കിൽ ബാലകൃഷ്ണപിള്ള സാറിന് എന്തെങ്കിലും അഹിതം തോന്നിക്കഴിഞ്ഞാൽ വല്ല വയനാട്ടിലേക്കോ കാസർഗോട്ടേക്കൊക്കെ സ്ഥലം മാറ്റാൻ സാധ്യത. അതുകൊണ്ട് ഇദ്ദേഹം റയോൺസിൽ പോയിട്ട് പിന്നെ എന്ത് പറ്റിയെന്നുള്ളത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും 1980-82 വരെ ഇത് നന്നായിട്ട് നടന്നു. നല്ല ലാഭത്തിൽ പ്രവർത്തിച്ചു. തൊഴിലാളികൾക്ക് വലിയ ശമ്പളം കൂടുതൽ കിട്ടി. പക്ഷേ പിന്നീട് ഈ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ കാലത്തൊക്കെ തന്നെ പവർ കട്ട് വന്നു. പല ഫാക്ടറികളും ലാഭകരമല്ലാതെ. പിന്നെ തൊഴിലാളി യൂണിയനുകൾ മത്സരിച്ച് പണിമുടക്ക് സമരം ചെയ്യും, ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ആനുകൂല്യങ്ങൾ കൂട്ടി ചോദിച്ചു. അവസാനം ഇത് ഇവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ചിദംബരം ചെട്ടിയാർ എന്ന് പറഞ്ഞ ആളാണ് സത്യത്തിൽ റയോൺസ് സ്ഥാപിച്ചത്. അദ്ദേഹം 1945 കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തത്. 46 ഫാക്ടറി തുടങ്ങുന്നത്. തിരുവിതാംകൂർ സംസ്ഥാനത്ത് നിന്ന് പതിച്ചു കൊടുത്ത 68 ഏക്കർ സ്ഥലത്താണ് ഇത് പ്രവർത്തിച്ചത്. അന്ന് ഭൂമിക്കൊക്കെ വില കുറവാണ്. ഏതായാലും ചെട്ടിയാർ പിന്നീട് 54 മറ്റൊരു വിമാനാപകടത്തിൽ വിട്ട് മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മക്കളാണ് പിന്നീട് നടത്തിയത്. ഒട്ടും തന്നെ ലാഭകരമല്ലാതെ എന്ന് മാത്രമല്ല, ഇത് പലവിധ ശല്യങ്ങൾ കൊണ്ട് തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അങ്ങനെ തുടങ്ങിയും മുടന്തിയും ഒരു പരിധി വരെ എത്തിയ 2001 ആയപ്പോഴത്തേക്ക് കമ്പനി പൂട്ടി. ചെട്ടിയാന്മാർ സ്ഥലം വിട്ടുപോയി. അപ്പോൾ തൊഴിലാളികളുടെ കാര്യം വലിയ കഷ്ടത്തിലായി. അതുവരെ വലിയ പ്രതാപത്തിൽ നെഞ്ചു വിരിച്ചേർന്ന തൊഴിലാളികൾ പലരും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. സ്വന്തം നാട്ടിൽ പറമ്പ് കിളക്കാൻ പോകുന്നത് അഭിമാനക്കുറവായതുകൊണ്ട് ചില തൊഴിലാളികളെങ്കിലും അയൽ നാടുകളിൽ തോട്ടം കിളക്കാനും റബ്ബർ വെട്ടാനൊക്കെ പോകുന്ന സാഹചര്യമുണ്ടായി. അത്ര പരിതാപകരമായി.
മലയാള മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ലോക്കൽ പേജുകളിൽ ട്രാവൻകൂർ റയോൺസ് തൊഴിലാളികളുടെ കഷ്ടാവസ്ഥ എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി. ആ യൂണിയൻ നേതാക്കന്മാർ തലയിൽ മുണ്ടിട്ട് നടക്കാൻ തുടങ്ങി. മാർക്സിസ്റ്റുകാർ കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞു, കോൺഗ്രസ്സുകാർ മാർക്സിസ്റ്റുകാരെ കുറ്റം പറഞ്ഞു, തൊഴിലാളികൾ അവരുടെ തലവിധിയെ കുറ്റം പറഞ്ഞു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ അയൽവക്കത്തുള്ള ചങ്ങാതി ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ഇട്ടിട്ട് അതിന് പോകാതെ റയോൺസിന് ജോലിക്ക് പോയതിൻ്റെ ഒരു ദുരന്തം. എന്തോ ആട്ടെ, 2001 ആണ്ടിൽ ഇത് എന്നേക്കുമായിട്ട് പൂട്ടി, ഇനി തുറക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് കിൻഫ്ര ഏറ്റെടുത്തു. കിൻഫ്ര ഏറ്റെടുത്താൽ പിന്നെ എന്ത് സംഭവിക്കും നമുക്കറിയാമല്ലോ. അത് തന്നെ സംഭവിച്ചു. ആ സ്ഥലം കാട് പിടിച്ച് ഈ മൂർഖൻ പാമ്പുകളുടെയും ആ കൂർക്കന്മാരുടെയൊക്കെ ആവാസ കേന്ദ്രമായിട്ട് മാറി. ഇപ്പോൾ ദാ കഴിഞ്ഞ ദിവസം അതിൻ്റെ അവശേഷിക്കുന്ന കെട്ടിടവും അത് പൊളിച്ചു എന്ന വാർത്തയാണ് ശ്രീ പരീത എനിക്ക് ഷെയർ ചെയ്തത്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ വ്യവസായ വിപ്ലവം. ഇങ്ങനെയുള്ള വ്യവസായശാലകൾ നല്ല ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്നവ അടക്കം എത്രയോ വട്ടം പൂട്ടിപ്പോയി. ഞങ്ങളുടെ ആലുവ വ്യവസായ മേഖലയിൽ തന്നെ നോക്കിയാൽ മതി. ഈ കോട്ടൺ മില്ലുകൾ എത്ര ഉണ്ടായിരുന്നു, സ്പിന്നിങ് മില്ലുകൾ എത്ര ഉണ്ടായിരുന്നു. ചാക്കോളയുടെ മില്ലുണ്ടായിരുന്നു കളമശ്ശേരിയിൽ, അതിൻ്റെ തൊട്ടപ്പുറത്ത് ശ്രീചിത്ര മില്ലുണ്ടായിരുന്നു. ആലുവ പട്ടണത്തിൽ കാത്തായി കോട്ടൺ മില്ലുണ്ടായിരുന്നു. കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങിയിട്ട് അശോക ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്ത് GTN ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളാണ്. എല്ലാം പൂട്ടിപ്പോയി. എല്ലാം പൂട്ടി മുതലാളിമാർ കിട്ടിയ കാശുമായിട്ട് നാട് വിട്ടുപോയി. സ്ഥാപനത്തിലെ യന്ത്ര സാമഗ്രികൾ തുരുമ്പുപിടിച്ചു പോയി. അവിടെ കുറുക്കന്മാരും പാമ്പുകളും താമസം തുടങ്ങി. പണ്ട് ഈ കാത്തായി കോട്ടൺ മില്ല് പൂട്ടി പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു കാവൽക്കാരനുണ്ടായിരുന്നു എൻ്റെ കക്ഷി. ഇയാൾ കുടുങ്ങിപ്പോയില്ലേ, മുതലാളി പോയി, തൊഴിലാളികളുമില്ല, ആരുമില്ല, താക്കോല് പുള്ളിയുടെ കയ്യിലാണ്, ശമ്പളം കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യും? എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പണി ചെയ്താൽ ആലുവ സബ് ഇൻസ്പെക്ടർക്ക് ഒരു പരാതി കൊടുക്കുക. അതിങ്ങനെ സ്ഥാപനം പൂട്ടിപ്പോയി, താക്കോല് എൻ്റെ കയ്യിലാണ്, ഇത് തുറക്കുന്നതിൽ കഥയില്ല, അടക്കുന്നതിലും അർത്ഥമില്ല, അതുകൊണ്ട് താക്കോല് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യാണ്, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു. ഒരു പരാതി എഴുതി കൊടുത്ത് താക്കോലും കൊടുത്ത് കാവൽക്കാരൻ വീട്ടിൽ പോയി. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. പിന്നെ പൊതുമേഖലയിലുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും വളരെ നാശോന്മുഖമായി. HMT എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് കളമശ്ശേരി. ഒരു കാലത്ത് എത്ര അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ്. അത് എന്നേക്കുമായിട്ട് ഇല്ലാതായി. അതിന് തൊട്ടപ്പുറത്ത് തോഷിബാറിൻ്റെ ബാറ്ററീസ് ഉണ്ടായിരുന്നു, അതും പൂട്ടിപ്പോയി. പിന്നെ തോഷിബാറിൻ്റെ ലാംപ്സ് ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച നെടുമ്പാശ്ശേരി സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ ജീവിതം, രാഷ്ട്രീയ പ്രബുദ്ധത നേടുന്നത് ഈ തോഷിബാറിൻ്റെ ലാംപ്സിൻ്റെ മുമ്പിൽ തമ്പാൻ തോമസിൻ്റെയും SES മേനോൻ്റെയും TH മുസ്തഫയുടെയൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അത് പൂട്ടിപ്പോയി. പിന്നീട് ക്രോംപ്റ്റൺ എടുത്തു. ക്രോംപ്റ്റൺ കുറച്ച് കാലം വിട്ടിട്ട് പോയി. ഇപ്പോൾ അവിടെയാണ് ജുഡീഷ്യൽ അക്കാഡമി പ്രവർത്തിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പൂട്ടാത്തൊരു സ്ഥാപനമുണ്ട്, അത് കേരള സർക്കാരിൻ്റെ ആയതുകൊണ്ട് പൂട്ടാത്തത്. ഈ കാംകോ കുബോട്ട പവർ ടില്ലറുകൾ ഉണ്ടാക്കുന്ന കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, അത് പൂട്ടിയിട്ടില്ല. പിന്നെ ആലുവ വ്യവസായ മേഖലയിലേക്ക് വന്നാൽ FACT, അതിൻ്റെ ഉൽപ്പാദനം എത്ര കണ്ട് കുറഞ്ഞു. തൊഴിലാളികളുടെ എണ്ണത്തിൽ എത്ര കുറവുണ്ടായി. ഒരു കാലത്ത് എന്തായിരുന്നു ഉദ്യോഗമണ്ഡൽ, ഇപ്പോഴെന്താണ് ഉദ്യോഗമണ്ഡൽ, പോയി കണ്ടാലും മനസ്സിലാവും. അതുപോലെ TCC, അതും വളരെ നാശോന്മുഖമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥയിലാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹിന്ദുസ്ഥാനി ഇൻസെക്ടിസൈഡ്സ് ഉണ്ട്, HIL, അതിൻ്റെ അവസ്ഥ വളരെ ഒന്നും മെച്ചമല്ല. അങ്ങനെ മിക്കവാറും വ്യവസായശാലകളൊക്കെ പൂട്ടി. വ്യവസായശാലകളുടെ ഒരു ശവപ്പറമ്പായിട്ട് ആലുവ, കളമശ്ശേരി, പെരുമ്പാവൂർ മേഖല മാറി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മന്ത്രി രാജീവും സഖാവ് പിണറായി വിജയൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ എമർജിങ് കേരള, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, ആഗോള നിക്ഷേപക സംഗമം ഒക്കെ നടത്തി വ്യവസായികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ നോക്കുന്നു. ഒന്ന് ആലോചിച്ചു. ഇതാണ് നമ്മുടെ നാട്ടിലെ വ്യവസായ വിപ്ലവം. ഇതെന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ശ്രീ പരീത് വളരെ ഹൃദയവേദനയോടാണ് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഞാനിത് ഏതെങ്കിലും സ്ഥലത്ത് ഉപയോഗിക്കും എന്ന് കരുതിയിട്ടായിരിക്കും അദ്ദേഹം അയച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അദ്ദേഹത്തോടുള്ള കടപ്പാടും ഈ നാടിനോടുള്ള എന്താ പറയുക, ഈ വ്യവസായ മേഖല കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അപ്പോൾ എനിക്കത് മനസ്സിലാവും. ഈ വ്യവസായശാലകൾ പൂട്ടി പോകുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾ, അവിടുത്തെ ജീവനക്കാർ, അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന വേദന എത്ര വലുതാണ് എന്നുള്ളത്.
പരീത് റയോൺസിലെ ഒരു ജീവനക്കാരനായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗദി അറേബ്യയിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അയൽവക്കങ്ങളിൽ ഉള്ള ആളുകൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നതെന്നും ഇപ്പം എങ്ങനെയാണ് കഴിയുന്നതെന്നും ഈ വ്യവസായശാല പൂട്ടിപ്പോയതുകൊണ്ട് നാടിന് മൊത്തത്തിലുണ്ടായ ദാരിദ്ര്യം എത്രയാണ് എന്നും അറിയുന്ന ആളാണ്. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. മന്ത്രി രാജീവും കാരണഭൂതനൊക്കെ ഒന്ന് കണ്ടാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി ഈ കൂട്ടത്തിൽ രേഖപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.